മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കടലയും സോയ കറി. ഓക്കെ, അപ്പോൾ കടല ഫസ്റ്റ് തന്നെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. കടല വേവാൻ വെച്ചു. നമുക്ക് ഇന്ന് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പുട്ടിനുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വയ്ക്കാം. സോയ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടലയ്ക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചെറുള്ളിന് എടുത്തിട്ടുള്ളത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില റെഡിയാക്കിയിട്ടുണ്ട്. ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായപ്പോൾ സോയാബീൻ ഒന്ന് വറുത്തെടുക്കാം. സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വാടി വന്ന ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ആ നേരത്ത് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് UP സ്റ്റൈലാണ്, കേരള സ്റ്റൈലല്ല. ഒരു UP സ്പെഷ്യൽ. കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ്. ഓക്കെ, കടല നല്ലപോലെ സെറ്റായി വന്നതിനാണ് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ദീപകിൻ്റെ സ്പെഷ്യൽ കടലക്കറി. തക്കാളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വറുത്ത് വെച്ചിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. സെറ്റായതിനു ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയിലൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ മസാലയുടെ മണമൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കാം.